quasi-static process and work done in thermodynamic processes. So what is quasi-static process? The process in which the deviation from thermodynamic equilibrium is infinitesimal and all the states through which the system passes may be treated as equilibrium states. It is an idealized concept and which can never be realized practice. Quasi-static process ഒരു എന്ത് കൺസെപ്റ്റ് ആണെന്നാ പറയുന്നത്? ഒരു ഐഡിയലൈസ്ഡ് കൺസെപ്റ്റ് ആണ്, പക്ഷെ പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഗ്യാസ് എൻകോസ്റ്റ് ചെയ്യുന്ന സിലിണ്ടറിൽ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഇക്വിലിബ്രിയത്തിലാണ് വിത്ത് സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എല്ലാ പാരാമീറ്റേഴ്സും എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. പെട്ടെന്ന് നമ്മൾ മെല്ലെ പിസ്റ്റൺ അങ്ങോട്ട് എന്ത് ചെയ്യുക? പൊന്തിക്കുക. പിസ്റ്റൺ പൊന്തിക്കുന്ന സമയത്ത് സിസ്റ്റത്തിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ മാറുമെങ്കിൽ പോലും അത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിലേക്ക് തന്നെ പിന്നെയും തിരിച്ചു വരുന്ന പറയുന്നത്. എന്ത് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് തന്നെ എന്ത് വരും? തിരിച്ചു വരും. ഓക്കെ, such a process is known as the quasi-static process. It is very important. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് quasi-static process? Now we will discuss about work done in quasi-static process. എന്താണ് വർക്ക് ഡൺ? നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിയാം. ഫോഴ്സ് ഗ്യാസിന്റെ കേസിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. വോളിയം ചേഞ്ചിന് നമുക്ക് എന്ത് ചെയ്താം? ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാൻ പറ്റും. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എ ഇൻറ്റു ഡി എൽ ആണ്. എ ഇൻറ്റു ഡി എൽ എന്താണ്? വോളിയം ആണ്. അപ്പൊ ഡി ഡബ്ല്യു ചേഞ്ച് ഇൻ വർക്ക് ഡൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി ഡി വി എന്ന് എഴുതാൻ പറ്റും. സോ ടോട്ടൽ വർക്ക് ഡണ്ണ് ഇന്റഗ്രൽ V1 to V2 P dV എന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് we will discuss about work done in non-cyclic process. Non-cyclic process and cyclic process. Non-cyclic process എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A to B അത് കഴിഞ്ഞു. A എന്ന് എന്ത് ചെയ്തു? B ലേക്ക് എത്തി. സൈക്ലിക് ആവുമ്പോ A ന്ന് B ലേക്ക് എത്തും, B ന്ന് A ലേക്കും എത്തും. അതായത് ഒരു റൗണ്ട് അടിച്ച് പോകുന്ന കണ്ടല്ലോ അല്ലെ? ഇന്ന് ബി ലേക്ക് എത്തി, ബി ന്ന് എ ലേക്ക് എത്തി, റിവേഴ്സിബിൾ ആയിട്ട് നടക്കും. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഇതിന്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ സ്മോൾ വോളിയം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ ഇന്റഗ്രൽ ഫ്രം V1 to V2 P dV ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഏരിയ അണ്ടർ ദ കർവ് AB ആണ്. ഇനി വർക്ക് ഡൺ ഇൻ സൈക്ലിക് പ്രോസസ് ആവുമ്പോഴോ ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള ഏരിയ ഷെയ്ഡഡ് പോർഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. Now we will discuss about the work done in thermodynamic processes. 4 പ്രോസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ കേസിലും നമുക്ക് വർക്ക് ഡൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്ക് ആകെ അറിയുന്ന ഫോർമുല PV is a constant എന്നാണ്. ഓക്കെ, PV is a constant ആണ്. P1 V1 is equal to P2 V2 നമുക്ക് അറിയാം. വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ ഇന്റഗ്രൽ V1 to V2 P dV ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം ഒരേ ടേമിലായാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഇന്റഗ്രേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പീനെ മാറ്റണം. പിയിൽ എന്തുണ്ട്? വി ഉണ്ട് അല്ലെ? പി ഇസ് ഈക്വൽ ടു കെ ബൈ വി അല്ലേ? അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ ബൈ വി കൊടുക്കുക. കെ എന്ന് പറഞ്ഞാൽ കെ പുറത്തേക്ക് എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഒറ്റ ടേമിൽ 1 by v dv എന്ന് പറയുമ്പോൾ ലോഗ് വി ആവും, V1 to V2. അപ്പൊ കെ ഇൻറ്റു ലോഗ് V2 മൈനസ് ലോഗ് V1 അല്ലെങ്കിൽ V2 by V1 വരും. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു NRT ആണല്ലോ. അപ്പൊ കെ എന്ന് പറഞ്ഞാൽ എന്താ? പി വി ആണ് ഇവിടെ കെ എന്ന് പറഞ്ഞത്. അപ്പൊ RT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ RT ലോഗ് V2 by V1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2.303 RT ലോഗ് V2 by V1. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. Now we will discuss about how അതേപോലെ തന്നെയാണ് എന്തെങ്കിലും അഡിയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെയിം ഫോർമുല തന്നെയാണ്, V1 to V2 P dV. ഓക്കെ, പക്ഷെ PV raised to gamma is a constant അല്ലേ? അപ്പൊ P ക്ക് നമ്മൾ എന്ത് കൊടുക്കുക? K by V raised to gamma സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ V1 to V2 K by V raised to gamma dV വരും. അപ്പൊ x raised to n ന്റെ ഇന്റഗ്രൽ എന്താ? n into x raised to n is equal to x raised to n plus 1 by n plus 1 ആയിരുന്നു ഫോർമുല. അറിയാന്ന് വിചാരിക്കുന്നു. x raised to n ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ x raised to n plus 1 by n plus 1 ആണ്. അപ്പൊ ഇവിടെ ഗാമയാണ് മൈനസ് ഗാമയാണ്. അപ്പൊ മൈനസ് ഗാമ പ്ലസ് 1 വരും. അപ്പൊ 1 മൈനസ് ഗാമ
മൈനസ് ഗാമ പ്ലസ് 1 v1 to v2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ k by 1 മൈനസ് ഗാമ v2 1 മൈനസ് ഗാമ v1 1 മൈനസ് ഗാമ വരും. പിന്നെ നമുക്ക് അറിയുന്നത് k ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന് നമുക്ക് മാറ്റണം. p1 v1 raised to gamma is equal to p2 v2 raised to gamma is equal to k ആണ്. അപ്പൊ k നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ k ക്ക് നമ്മൾ എന്ത് കൊടുക്കുക, p2 v2 raised to gamma കൊടുക്കുക. ഇവിടെ k ക്ക് എന്ത് കൊടുക്കുക, p1 v1 raised to gamma കൊടുക്കുക. അപ്പൊ നമുക്ക് സിമ്പിൾ ഫോർമുല ആയിട്ട് വരും 1 മൈനസ് 1 by 1 മൈനസ് ഗാമ p2 v2 മൈനസ് p1 v1 എന്നുള്ള ഫോർമുലയിൽ കിട്ടും. സോ ദിസ് ഈസ് എ വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ്. ഇനി നമുക്ക് രണ്ട് പ്രോസസ്സും കൂടെ ഉണ്ട്. ഐസോബാറിക് പ്രോസസ്സ്. ഐസോബാറിക് പ്രോസസ്സിൽ v1 to v2 p dv ആ വരിക. അപ്പൊ p നെ പുറത്തേക്ക് എടുക്കുക, v1 to v2 dv വരും. p കോൺസ്റ്റന്റ് ആണല്ലോ. സോ dv നെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, v കിട്ടും, v1 to v2. സോ p into v2 മൈനസ് v1 വരും. അപ്പൊ വർക്ക് ഡൺ ഇൻ എന്ത് കിട്ടും, ഐസോബാറിക് പ്രോസസ് കിട്ടും. സോ നെക്സ്റ്റ് പ്രോസസ് ഈസ് വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ്സിൽ എന്താണ്, വോളിയം ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്തായിട്ട് മാറും, 0 ആയിട്ട് വരും. സോ ദ വർക്ക് ഡൺ ഈസ് 0 ഫോർ എൻ ഐസോകോറിക് പ്രോസസ്. സോ എല്ലാത്തിന്റെ ഒന്നും കൂടി നോക്കാം. ഐസോതെർമൽ നമുക്ക് കിട്ടി W is equal to 2.303 RT log V2 by V1. നമുക്കറിയാം P1 V1 is equal to P2 V2 ആണ്. അപ്പൊ നമുക്ക് അതിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, P1 by P2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ P1 P2 തന്നാലും V1 V2 തന്നാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിലോ RT ന്റെ ഫോർമുലയിലേക്ക് മാറ്റാൻ പറ്റും. P1 V1 അല്ലേ, PV is equal to RT അല്ലേ. അപ്പൊ R by gamma minus 1 into T1 minus T2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. ഇത് നമുക്ക് CV എന്ന് കൊടുക്കുകയാണെങ്കിൽ T1 മൈനസ് T2 കൊടുക്കാം. എങ്ങനെ വന്നു ഈ ഫോർമുല, എങ്ങനെയാ വന്നത്, ഈ ഫോർമുല വന്നത് എങ്ങനെയാ, ഇവിടെ കണ്ടോ, P2 V2 P1 V1 അല്ലേ, PV is equal to nRT അല്ലേ, ഇന്ന് 1 ആണെങ്കിൽ RT അല്ലേ. അപ്പൊ 1 by 1 മൈനസ് ഗാമ T2 മൈനസ് T1 വരും. അങ്ങനെയാണ് അത് വരുന്നത് ഫോർമുല കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ആ ഫോർമുല വരുന്നത്, R by gamma minus 1 T1 മൈനസ് T2. ഇനി ഐസോബാറിക് പ്രോസസ്സിൽ P പുറത്തേക്ക് എടുക്കുക, V2 മൈനസ് V1 വരും. ഇതും അതുപോലെ തന്നെ PV is equal to RT ആണല്ലോ. അപ്പൊ R T2 മൈനസ് T1 വരും. പിന്നെ ഐസോകോറിക് പ്രോസസ്സിലോ വർക്ക് ഡൺ എന്താണ്, 0 ആയിട്ട് വരും.